സോ ഹേ ഗൈസ്, വെൽക്കം ടു ശിവ. യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഒരു സ്പ്ലെൻഡറിൻ്റെ റീസ്റ്റോറേഷൻ പാർട്ട് 1 ആണ്. ഒത്തിരി നാളായി നിങ്ങൾ ബൈ ദ റെക്കോർഡ് വീഡിയോ ഏകദേശം 26 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടെങ്കിലും ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമാകാൻ പോവാണ്. പഴയ വീഡിയോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കാര്യങ്ങൾ സംഭവിച്ചു. വീടിൻ്റെ പണി തുടങ്ങിയപ്പോൾ അതിലേക്ക് നിൽക്കുകയാണ്. ഇപ്പോൾ വാടക വീട്ടിലാണ് ആക്ച്വലി നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ വർക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഒത്തിരി ഡൗൺ ആക്കിയത്. കുറേ ഇതിൻ്റെ പെൻഡിങ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് ക്ലോസ് ചെയ്ത് കുറച്ച് ഇപ്പോഴും ഉണ്ട്. അത് അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒറ്റയ്ക്കാണ്. പിന്നെ എന്താ പറയുക, ഗ്യാരേജിൻ്റെ അപ്ഡേറ്റ്, പുതിയൊരു ഗ്യാരേജിൻ്റെ ഓൾറെഡി ഓണായി. കുറേ പേര് നമ്മൾ വിശ്വസിച്ചു, അത് നമ്മുടെ കൈവിട്ടു. വീണ്ടും ഒന്നേ തുടങ്ങേണ്ട അവസ്ഥ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡേ 1 എന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്. ഒന്നേ തുടങ്ങേണ്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. നമുക്ക് മുന്നത്തെ കാര്യങ്ങൾ ഓർത്ത് ആ ഒരു സെഡാന്ന് വേണ്ടിയൊന്നും ഇല്ല. നമ്മൾ എപ്പോഴും ഒരേ വൈപ്പിൽ തന്നെ പോകും. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്പ്ലെൻഡറിൻ്റെ റീസ്റ്റോറേഷൻ പാർട്ട് 1 ആണ്. പാർട്ട് 1 എന്ന് വേണം വയ്ക്കാൻ. ഫുൾ ഡിസ്മാൻഡ്ലിംഗ് ആണ്. ഇനി എഞ്ചിൻ വർക്ക് ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് ബാക്കി വീഡിയോസിൽ പോകാം. ഇതാണ് വണ്ടി നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി വന്നിട്ട് ഈ ഒരു വണ്ടിയല്ല, ശരിക്കും പറഞ്ഞാൽ അടുത്ത ഒരു 3 റീസ്റ്റോറേഷൻ സ്റ്റേജസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇടുക. അപ്പം ഇതിലോട്ട് നോക്കുമ്പോഴത്തേക്ക് വണ്ടി അത്യാവശ്യം നല്ല ഡൗൺ കണ്ടീഷനാണ്. എഞ്ചിനകത്ത് നോയ്സ് വരുന്നുണ്ട്. ടൈമിംഗ് ചേഞ്ച് ആണെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ എഞ്ചിൻ ഫുൾ ഓവറോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ ടാങ്കിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, മൊത്തം MC-യിലൊക്കെ ഇട്ടൊട്ടിച്ച് അതൊരു ചിലപ്പോൾ അഴിച്ച് വരുമ്പോൾ അതിൻ്റെ അകത്ത് ബാക്കി തന്നെ അവസ്ഥ എന്നുള്ള പറയാൻ പറ്റത്തുള്ളൂ. ഇതിനാണ് നമ്മളതെല്ലാം മാറുന്നുണ്ട്, സാധനങ്ങളെല്ലാം മാറുവാണ്. ഹാൻഡിൽ ബാറൊക്കെ മാറുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല സ്റ്റോക്കിൽ ബാക്കിൽ 16 ഇഞ്ച് സെറ്റപ്പൊക്കെ ഇട്ട് ഒരു ചെറിയൊരു മോഡിഫിക്കേഷനോട് കൂടി വണ്ടി ഒരു നീറ്റ് ലുക്കിൽ റിസ്റ്റോർ ചെയ്ത് ഇറക്കുക എന്നുള്ള പ്ലാനാണ്. അത്രയും അതിനകത്ത് കടുത്ത മോഡിഫിക്കേഷൻസും കാര്യങ്ങളും പ്ലാനൊന്നും ഇല്ല. പിന്നെ ഈ സ്റ്റിക്കർ ചിലപ്പോൾ മാറി മറ്റേ മോഡൽ സ്റ്റിക്കർ ആവാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെയെന്നുള്ള കസ്റ്റമറോട് സംസാരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നാലും കണ്ടല്ലോ വണ്ടി ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. അപ്പോൾ നമുക്കിത് മുഴുവൻ പൊളിക്കാം. നമ്മൾ ബേസിക് ആയിട്ട് വണ്ടിയിൽ നിന്ന് അഴിച്ച് മാറ്റേണ്ട കുറച്ച് സാധനങ്ങൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി ചേസ് അത്യാവശ്യം തുരുമ്പുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ മരണത്തുരുമ്പ് കണ്ടീഷനല്ല. ഞാൻ കാണിച്ചത് ഇവിടെ ഒരു ചെറിയൊരു സീനുണ്ട് ഈ സ്ഥലത്ത്. നോക്കിയാൽ അത് പൊളിച്ച് വരുമ്പോഴത്തേക്ക് അറിയത്തുള്ളൂ. ഇവിടെ പിന്നെ ചെറിയ തുരുമ്പ് കാര്യങ്ങളുണ്ട്. പിന്നെ കസ്റ്റമർ കാണിച്ചു തന്നു വെച്ചാൽ താഴെയാണ് പ്രശ്നം. അപ്പോൾ അത് ആ എഞ്ചിനോട് താത്താലേ നമുക്ക് അറിയത്തുള്ളൂ. നിലവിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും കാണുന്നൊന്നും ഇല്ല. ഇതുണ്ടല്ലോ, ഇവിടെ ഒന്നും കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് അഴിഞ്ഞ് വരാൻ ബുദ്ധിമുട്ടുണ്ട്. മിക്കവാറും കട്ട് ചെയ്ത് തട്ടി ഉരുണ്ട വരും. അതൊരു പണിയുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ രീതിക്കാണ്. പിന്നെ ടാങ്ക് മൊത്തം ഉപേക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇവിടെ പോയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ അടിയിൽ അത്യാവശ്യം ലീക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ടാങ്ക്. അപ്പം ഞാൻ മിക്കവാറും ടാങ്ക് നമ്മൾ വേറെ റീപ്ലേസ് ചെയ്യും. അതാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ കിറ്റ്, ഈ 2 കിറ്റ് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ അകത്ത് 2 ലോക്കും പൊട്ടിയിരിക്കുവാണ്. ബാക്കിലത്തെ കിറ്റ് പിന്നെയും കുഴപ്പമില്ല. പിന്നെ ടെയിലിൻ്റെ ഈ സെക്ഷൻ കിറ്റും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇത് പീസ് ആക്കുമ്പോൾ അറിയത്തുള്ളത് പൊടിഞ്ഞു പോകുമെന്നുള്ളത്. അതുകൂടെ ചെക്ക് ചെയ്യണം. അപ്പം പിന്നെ ഉള്ളത് നമ്മുടെ ക്യാരിയറും സാരി കാർഡ് മിക്കവാറും പക്കത്തിലായിരിക്കും. ക്യാരിയർ വലിയ കുഴപ്പമില്ല. നമ്മൾ എങ്ങനെയാണെന്നുള്ള പ്ലാൻ ചെയ്യും. ക്രോം ചെയ്യണോ പ്ലേറ്റ് ചെയ്യണോ എന്നുള്ള പ്ലാൻ ചെയ്യും. സീറ്റ് തന്നെയാണ് നമ്മൾ മാറി നല്ല വൃത്തിക്ക് സീറ്റ് അടിക്കും കേട്ടോ. അപ്പോൾ ഇനിയും ബാക്കി നമുക്ക് ബാക്കിയോടെ അയച്ചെടുക്കാം. ഡിവിഷൻ വേട്ടവളയനില്ലാതെ എന്ത് റീസ്റ്റോറേഷൻ കണ്ടല്ലോ. ഇവിടെയും അവനുണ്ട്, സൈലൻസറിനകത്തും ഉണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ ശ്രദ്ധിച്ചായിരുന്നു. അത് കുറേ കുത്തി കളഞ്ഞായിരുന്നു. അപ്പം ഇത്രയൊക്കെ ആയിട്ടുണ്ട് കണ്ടീഷൻസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേസ് നേരെ ഇത്രയും വരെ അഴിച്ച വരെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി എഞ്ചിൻ അഴിക്കുമ്പോഴേ ഉള്ളൂ അതിൻ്റെ താഴെ കുഴപ്പമുണ്ടെന്നുള്ളത്. ഇനി ഫ്രണ്ട് അഴിക്കണം, ബാക്ക് അഴിക്കണം, ഇത്രയും ഭാഗങ്ങൾ താക്കണം. അത്ര ബാക്കി ബേസിക്കായുള്ള എല്ലാ സാധനങ്ങളും മാറിയിട്ടുണ്ട് വണ്ടിയാണ്. നമുക്ക് അതുകൊണ്ട് ഒന്ന് അഴിച്ച് താക്കാം. അല്ലെങ്കിൽ ഇത്രയൊക്കെ ആയി നിൽപ്പുണ്ട്. ഇപ്പം 2 പ്രശ്നം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ മറ്റേ ചെയിൻ സോക്കറ്റ് ഇടുന്ന ആ ഒരു പോക്കറ്റിൻ്റെ ഷാഫ്റ്റ് ഉണ്ടല്ലോ, അതിന് ചെറിയ ബെൻഡുള്ള സംശയമുണ്ട്. കാരണം അവിടുത്തെ ഓയിലും പൊട്ടിയിട്ടുണ്ട്. പോരായിട്ട് അത് കറങ്ങുമ്പോൾ ചേക്കോൺ കറങ്ങുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മുടെ സിങ്ങാമാക്സിൽ നല്ല ഏക്കോൺ ചെയ്തിരിക്കുന്ന സിങ്ങാം ഊരാൻ നല്ല ടൈം എടുത്തു. ഏകദേശം 1 മണിക്കൂറോളം ഇതിനകത്ത് പിടിച്ച്
കട്ട് ചെയ്ത് തട്ടിയാണ് ഊരിയത്. ഈ ഒരു സാധനവും കൂടെയാണ് നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും കാണാറുള്ള കോൺസെപ്റ്റ് ഓവലിങ്. ലെഫ്റ്റ് സൈഡിലോട്ട് ചെറിയ ഓവലിങ് ഉണ്ട് കേട്ടോ കോൺസെപ്റ്റ്. പോരാണ്ട് ടീ സ്റ്റവിൻ്റെ അവസ്ഥ അത്യാവശ്യം നല്ല ദയനീയമാണ്. ഫോക്കസ് ആടി. ഇതാണ് അവസ്ഥ. അത്യാവശ്യം നല്ല ദയനീയമാണ്. പിന്നെ ഇത് ത്രെഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യേണ്ട ഒരു ടീ സ്റ്റവിന് പക്ഷേ ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ നോക്കിയിട്ട് ടീ സ്റ്റവ് അത്യാവശ്യം നല്ല വൃത്തിയായി. ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കോൺസെപ്റ്റിൻ്റെ അവസ്ഥ ഒന്ന് പറഞ്ഞാൽ ക്ലോസറായിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. നല്ല രീതിക്ക് ഡാമേജാണ്. ഗ്രീസിങ് ഒന്നും ഇല്ലാതെ ഓടുന്നതിൻ്റെ വണ്ടി എന്തെങ്കിലും ചെറിയ തട്ടമുട്ട കെട്ടിയ ശേഷം ശ്രദ്ധിക്കാതെ വെച്ചിരിക്കുന്നതിൻ്റെ ആണ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ പ്രശ്നം. ഈ ഓവലിംഗ് പ്രോബ്ലം സ്പ്ലെൻഡറിൽ സ്ഥിരം ഞാൻ കാണുന്ന പ്രശ്നം കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്. ചെറുത് മാറേണ്ട വരും. എൻ്റെ ത്രെഡും കാര്യം അത്യാവശ്യം പോയിരിക്കും. അപ്പോൾ നമ്മൾ ചേസ് മൊത്തം അയച്ചപ്പം കണ്ടൊരു സംഭവം കാണിച്ചു തരാം. അതിനടിയിൽ കണ്ടല്ലോ, എന്തിനാ ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്തേക്കുന്ന റെഡിയില്ല. ഇപ്പം പൊട്ടിപ്പോയിട്ട് വിട്ടുപോയിരിക്കാണ്ട് വെൽഡ് ചെയ്താണെന്ന് അറിയത്തില്ല. 2 പട്ടക്കഷ്ണം വെച്ച് വെൽഡ് ചെയ്തേക്കാണ്. ആൻഡ് ഇവിടുത്തെ സിറ്റുവേഷൻ അത്യാവശ്യം നല്ല തന്നെയാണ് കേട്ടോ. കൈവച്ച് കുത്തുമ്പോഴത്തേക്കും ചേസ് ഇളകി വരും. അപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് ഫോട്ടോയും വീഡിയോ ഇട്ട് കൊടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ഇതുണ്ടല്ലോ, ഇതിപ്പം ഈ പട്ടകഷ്ണം ഇരിക്കുന്ന പട്ടകഷ്ണം ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൽ നിന്ന് ഒന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന അവസ്ഥയാണ്. അപ്പോൾ അതൊന്ന് ചോദിക്കണം കസ്റ്റമറോട്. ഇതിലുള്ള ആസ് യൂഷ്വൽ എപ്പോഴും ഒരു വണ്ടി അടിക്കുമ്പോൾ അലമ്പാകുന്ന പോലെ മുഴുവൻ അലമ്പായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പെയിൻ്റ് അടിക്കേണ്ട പാർട്സ്, ക്രോം ചെയ്യേണ്ട പാർട്സ്, റീസ്റ്റോർ ചെയ്യേണ്ട പാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം തിരിക്കണം. അതിനിടയ്ക്ക് ഞാൻ 1-2 സംഭവങ്ങൾ പറഞ്ഞുതരാം. ബാക്കിലത്തെ ഹബ്ബ് എന്നാണെങ്കിലും മാറും. കാരണം 16 സെറ്റപ്പ് കയറുന്നുണ്ട്. മുതൽ ഹബ്ബ് ഉൾപ്പെടെ മാറുകയാണ്. ഇതിൻ്റെ 2 ബെയറിങ്ങും ചത്തിരിക്കുന്നുണ്ടോ. 2 ബെയറിങ്ങും പോയാണ്. ഹബ്ബും പോയ ഹബ്ബാണ്. ഫ്രണ്ടിലത്തെ ഹബ്ബ് അത്യാവശ്യം മോശം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ഹബ്ബ് മിക്കവാറും മാറേണ്ടി വരും. സ്റ്റമ്പിൻ്റെ 2 ട്യൂബും തുരുമ്പാണ്, മാറണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ചേസിൻ്റെ കാര്യം. അത് കസ്റ്റമറോട് സംസാരിച്ചിട്ടായിരിക്കും ബാക്കിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനെ തിരിഞ്ഞിട്ട് നമുക്കിതൊക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാം അഴിച്ചു, വെറും ചേസ് മാത്രമായി. ഇനി 2-3 നട്ടുണ്ട്. ഒന്ന് ഈ ഹോണിന് നട്ട് അഴിഞ്ഞു വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ താഴത്തെ നട്ടുകൊണ്ട്. അതായത് നമുക്കില്ല ചേസ് എന്നെ ഇവിടെ പാച്ചിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ റെഡിയാക്കാം. ചേസിൻ്റെ അടിവശത്തെ കാര്യം ഞാൻ പറഞ്ഞതുണ്ടല്ലോ. ചേസ് ഓക്സിജൻ അടി വിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിനടുത്ത് ഇതുപോലെ കാണാൻ തരത്തില്ല. ഇവിടെ കണ്ടോ, ചേസ് പൊട്ടിയിരിക്കുകയാണ് ആക്ച്വലി. അപ്പോൾ അത് പൊട്ടിയിട്ട് അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി താഴെ ഇങ്ങനെ കമ്പി വെച്ച് വെൽഡ് ചെയ്തേക്കട്ടെ. അപ്പോൾ നമ്മളിത് മൊത്തം മാറ്റിയിട്ട് വൃത്തിക്ക് നീറ്റാക്കാൻ കാശുകൊണ്ട് പറഞ്ഞു നോക്കണം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പറയാണ്ട് ഈ ലെഗ് അത്ര സ്ട്രോങ് അല്ല, ചവിട്ടുമ്പോഴത്തേക്ക് താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് റെഡിയാക്കണം. അത് താഴോട്ട് പോകും, താഴെ ഇരിക്കുന്നത്. പിന്നെ പോരാ കഴിഞ്ഞിട്ട് നമ്മുടെ സെൻട്രൽ സ്റ്റാൻഡും പന്ന കണ്ടീഷനാണ്. സെൻട്രൽ സ്റ്റാൻഡിൽ ഈ റാഡ് നൂല് വരുന്നുമില്ല. അപ്പോൾ അതെല്ലാം ഉണ്ട് നമുക്ക് റെഡിയാക്കാനായിട്ട്. പിന്നെ ചേസിൻ്റെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ജോയിൻസിൻ്റെ അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തുരുമ്പും കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാച്ചൻ റെഡിയാക്കുന്ന രീതിക്ക് പറഞ്ഞ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ താഴത്തെ ഇതുണ്ടല്ലോ, ഇവിടെ തള്ളി നിൽക്കുന്ന അത് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇച്ചിരി ഇവിടെ ബൾജ് ചെയ്ത് നിൽക്കുന്ന കാണാം. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റീസ്റ്റോറേഷൻ്റെ സെക്കൻഡ് ഇതെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറയണ്ടേ, അതിൻ്റെ സാധനങ്ങൾ തിരിയുക എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ ചേസ് നേരെ പാച്ചിൻ്റെ അടുത്തോട്ട് പോകും ഈ പറഞ്ഞ റെഡി ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഈ ഇത്ര ഐറ്റംസാണ് നമ്മളിതിനകത്ത് നിന്ന് ഒത്തിരി ഇന്ന് പുതിയ ഐറ്റംസ് കളക്ട് ചെയ്യാൻ പറ്റും. അതെല്ലാം അതുപോലെ സെറ്റ് ചെയ്ത് തിരിച്ച് ഇതെല്ലാം പെയിൻറ്റിങ്ങിന് പോകുന്ന ഐറ്റംസ് ആണ്. സിങ്ങാമ കുഴപ്പമൊന്നും, സിങ്ങാമ 2 ഹബ്ബ്. ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ഹബ്ബ് മോശമാണ്. സോ അത് 2 നമുക്ക് മാറേണ്ട വരും. റിമ്മും പോയിരിക്കുന്ന റിമ്മും മാറും, കമ്പിയെല്ലാം നമ്മൾ പുതിയ തെറ്റിക്കും. ടയറിൻ്റെ കേസ് ബാക്ക് 16 ഇഞ്ച് വരുന്നതുകൊണ്ട് ടയർ മാറും. ഫ്രണ്ടിലത്തെ കേസ് നമുക്ക് സംസാരിച്ചിട്ട് റെഡിയാക്കണം. പിന്നെ ബോഡി കിറ്റിൽ ആപ്പാടെ രക്ഷപ്പെടുത്താൻ പറ്റിയ 2 സാധനം മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ മാറുവാണ്. അത് ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഈ ബിൽഡിൽ വേസ്റ്റ് ആയിട്ട് പോകുന്ന ഐറ്റംസ് വെച്ചാൽ ഇതുപോലെ തിരിച്ചിട്ട് വേണം. പിന്നെ ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് റീസ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുന്ന ഐറ്റംസ്, സീറ്റ് മുതൽ ബാക്കിയുള്ള ഐറ്റം റെഡിയാക്കി എടുക്കുന്ന ഐറ്റംസ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സ്പ്ലെൻഡർ രജിസ്ട്രേഷൻ പാർട്ട് 1 ആണ്. ഇതൊന്നല്ല, ഇതുണ്ടല്ലോ ഇതുപോലെ 2 വണ്ടികളുടെ പരിധി കിടക്കുകയാണ്. ഇത് കണ്ടു, ഇത് അത്യാവശ്യം വെള്ളത്തിൽ പോയൊരു വണ്ടി കേട്ടോ. വണ്ടി മൊത്തം കിടക്കുന്നു. പിന്നെ ഒരു മാക്സിനോട് ഫുൾ രജിസ്ട്രേഷൻ ഉണ്ട്. അത് അത്യാവശ്യം നല്ല പണി, 2ഉം അത്യാവശ്യം ഫുൾ നല്ല ഭംഗിക്ക് പണിയാനുള്ള വണ്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോസ് കുറേ വരും. പോരാണ്ട് ഇതിൻ്റെയൊക്കെ സീരിയസ് ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസ് ഇട്ടാൻ തുടങ്ങുന്നുണ്ട്. അപ്പം ചാനൽ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവർ ചെന്ന് ഫോളോ ചെയ്യുക. ദാറ്റ് പിസ്റ്റൺ ബോയ് എന്നാണ് നമ്മുടെ ID. അപ്പം അങ്ങനെ പറയണ്ടേ, അത്രത്തൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.